കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നട്ടുച്ച, ത്രിസന്ധ്യ, നടുപ്പാതിരാവ്, ഇതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് ത്രിസന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശ്രീസന്ധ്യ എന്ന് പഴയ കാലത്ത് പറയാറുണ്ട്. ഈ സമയം എത്ര മണി വരെയാണെന്ന് പലർക്കും അറിയാൻ വയ്യ. ശ്രീസന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 6:15 തൊട്ട്, ഉദയം അനുസരിച്ച് അസ്തമയം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങളൊക്കെ വരാം. എന്നാലും പൊതുവേ പറയുന്നത് 6 മണിക്ക് ശേഷം, അല്ലെ 6:15 തൊട്ട് ഒരു 6:45, 7 മണി വരെയുള്ള സമയം, ഈ സമയമാണ് ശ്രീസന്ധ്യ അല്ലെ ത്രിസന്ധ്യ സമയം എന്ന് പറയുന്നത്. പരീക്ഷിക്കാൻ നിൽക്കേണ്ട, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയാൽ അപകടം ഉറപ്പാണ്, അല്ലെങ്കിൽ മോശ ഫലങ്ങൾ നമുക്ക് ഉറപ്പായിരിക്കും. അപ്പോൾ എന്തെല്ലാമാണ് കാര്യങ്ങളെന്നല്ലേ, അതിലേക്കൊന്ന് കടക്കാം. ഒന്നാമത്, സന്ധ്യയ്ക്ക് വരുന്ന ചില ജീവികളുണ്ടാവും. ചില ചിത്രശലഭങ്ങൾ കാണും. ചിലപ്പം എന്നാൽ കൊതുകൊക്കെ തല്ലിക്കൊല്ലൊന്നും പറയത്തില്ല, കൊതുകിനെയൊക്കെ കൊല്ല. ഈ സന്ധ്യയ്ക്ക് വരുന്ന ജീവികൾ, പട്ടിയൊക്കെ പൂച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ എറിഞ്ഞു ഓടിക്കുക, ഈ പാമ്പോ അല്ലെ പഴുതാരം എന്തെങ്കിലുമൊക്കെ വന്ന് അതിനെ തല്ലിക്കൊല്ലുക, ഇതൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ് സന്ധ്യയ്ക്ക്. രണ്ടാമത്തെ കാര്യം, ചൊവ്വ, വെള്ളി, 1-ാം തീയതി ദിവസങ്ങളിൽ ധനം, കൂവളത്തില അല്ലെ കൂവളത്തും കമ്പ്, പാത്രങ്ങൾ, പുസ്തകങ്ങൾ, തൈര്, പാല്, ചാണകം, അങ്ങനെയുള്ള എന്തും ആയിക്കോട്ടെ, പശുവിൽ നിന്ന് കിട്ടുന്ന എന്ത് ഉൽപ്പന്നങ്ങളും കടം കൊടുക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. സന്ധ്യയ്ക്ക് കിടന്നുറങ്ങുക, ചീത്ത പറയുക, യാത്ര പുറപ്പെടുക, ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നാലാമത്തെ, പ്രാർത്ഥിക്കാതെ, വിളക്ക് കത്തിക്കാതെ, അതായത് അസ്തമയം തൊട്ടിരുന്ന് TV കാണുക, അല്ലെങ്കിൽ ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ ഫോണിൽ കളിക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അഞ്ചാമത്തേത്, സന്ധ്യയ്ക്ക് ഭക്ഷണം തയ്യാറാക്കുക, തുണി തേക്കുക, വീട് വൃത്തിയാക്കുക, വടക്ക് ഭാഗത്തെ കതവ് തുറന്നിട്ടേക്കുക, വടക്ക് ഭാഗത്തെ പടിയേൽ ഇരിക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. സന്ധ്യയ്ക്ക് ഒരു പടിയേലും ഇരിക്കാൻ പാടില്ല. ഒരു പടിയേലും തലേ പേൻ നോക്കുക, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും, ക്ലീനിങ്, അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുള്ള വ്യക്തികളും ഉണ്ടാവാം, ഈ വീഡിയോ കാണുന്നുണ്ടാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള നെഗറ്റീവ് അനുഭവങ്ങളും ജീവിതത്തിലുണ്ട്. ഇതിനോടൊപ്പം തന്നെ ചെയ്യാവുന്നതാണ്, ഈ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഈ മുടി ഞെറുക്കുക, അല്ലെങ്കിൽ മുടി വെട്ടുക, നഖം വെട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതൊന്നും ചെയ്യാൻ പാടില്ല. നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളും ഉണ്ട്, ചെയ്യേണ്ടാത്ത കാര്യങ്ങളും ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളും ഈ പറഞ്ഞ് ഉണ്ടാവാൻ പാടില്ലാത്ത അനുഭവങ്ങളായിരിക്കും ജീവിതത്തിലുണ്ടാകുന്നത്. ജീവിതത്തിൽ സുപ്രധാനമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. മനസ്സമാധാനമുണ്ട്, സ്വസ്ഥതയുണ്ട്, സാമ്പത്തികമുണ്ട്, അഭിവൃദ്ധിയുണ്ട്, തൊഴിലുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ളതുണ്ട്. ഇതിനൊക്കെ ഇടിവുകൾ, ഇതിനൊക്കെ കുറവുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവനോ നന്നാവണമെങ്കിലും അവനോ നശിക്കണമെങ്കിലും അവനോ തന്നെ വിചാരിക്കണം. ഏതൊരു കുടുംബത്തിലെയും വിളക്കെന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ്. ഇപ്പം നമ്മളെ പ്രേക്ഷകരായാലും കൂടുതൽ സ്ത്രീകളായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും മറ്റുള്ളവരും എല്ലാം, ഒരു കുടുംബത്തിൽ ഒരാൾ മാത്രം നേരെ ചിന്തിച്ചുകൊണ്ട് കാര്യമുണ്ടോ? മറ്റുള്ളവർ വളഞ്ഞ് ചിന്തിച്ച് എന്തായിരിക്കും അവസ്ഥ? എല്ലാവരും ഒരുപോലെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങളായിട്ട് പറഞ്ഞത് മറ്റുള്ളവർ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വേണമെങ്കിൽ കാണിച്ചുകൊണ്ടേ, വീഡിയോ കാണിച്ചു കൊടുത്ത്, ഒരു ആചാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെയുള്ള രീതിക്ക് ആൾക്കാർ, സെൻസുള്ളവർ, തീർച്ചയായിട്ടും അവനൊരു ഗുണം ഉണ്ടാവണം ചിന്തിക്കുന്നവർ, അവനവനെ നശിക്കരുതെന്ന് ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും അതിൻ്റെ പോസിറ്റീവ് വശത്തിലെടുക്കും. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. പരീക്ഷിക്കാൻ നിൽക്കേണ്ട. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കി ശുദ്ധവൃത്തിയോടെ, തികഞ്ഞ ഈശ്വരവിശ്വാസത്തോടെ, തികഞ്ഞ ദൈവഭയത്തോടെ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം, ഭഗവാന്റെ കടാക്ഷം നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാവും. അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷ നിർത്തുന്നു. നന്ദി, നമസ്കാരം.